ഇപ്പോൾ മാപ്സ് ഇനി മാപ്സിനെ പറ്റി പറയാം. മാപ്സ് രണ്ട് ടൈപ്പാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൊസീജിയറൽ മാപ്പും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ബിറ്റ് മാപ്പും. ഇപ്പോൾ ബിറ്റ് മാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മാപ്പ് ഏതെങ്കിലും ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അതിനെപ്പോലെ കോറൽഡ്രോ അങ്ങനെയുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഒരു സ്കാൻഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ്, ഇതെല്ലാം ബിറ്റ് മാപ്പ്. ഞാനൊരു ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് ബിറ്റ് മാപ്പായിട്ട് വരും. അപ്പോൾ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഡിഫ്യൂസർ സൈഡിൽ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ കൊടുക്കുന്ന ഒരു ബ്രൗസർ വരും. ആ ബ്രൗസറിൻ്റെ അത് ബിറ്റ് മാപ്പ്. ബാക്കി ഈ താഴോട്ട് കാണുന്നതൊക്കെ പ്രൊസീജിയറൽ മാപ്സ് എന്ന് പറയും. എന്താ പ്രൊസീജിയറൽ മാപ്സ്? പ്രൊസീജിയറൽ മാപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാപ്സിൻ്റെ അത് ഡീഫോൾട്ടായിട്ട് കാണുന്ന മാപ്സ്. ഇപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലബിളാണ്. എത്ര അടുത്ത് വന്നാലും അത് പിക്സലൈസ്ഡ് ആകത്തില്ല. പക്ഷേ ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റെസൊല്യൂഷൻ കുറവാണെങ്കിൽ അടുത്ത് വന്ന് കാണുമ്പോൾ പിക്സലായിട്ട് ഇരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ വ്യത്യാസം, ബിറ്റ് മാപ്പും പ്രൊസീജിയറൽ മാപ്പുമായിട്ടുള്ള വ്യത്യാസം. ഇനി ബിറ്റ് മാപ്പ് ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അൺറാപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് ടൈപ്പിലാണ് നമ്മൾ ബിറ്റ് മാപ്പ് ആഡ് ചെയ്യുന്നത്. ഒന്ന് അൺറാപ്പിങ്ങും ഒന്ന് UVW മാപ്പിങ്ങും. ഈ അൺറാപ്പിംഗ് എന്ന് പറയുമ്പോൾ അൺറാപ്പ് UVW ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സൈസ് ഉണ്ട്. നമ്മളൊന്നിൽ ഇപ്പോൾ ലോ ക്വാളിറ്റി ദൂരെ നിന്ന് കാണുന്നൊരു മെറ്റീരിയലിൽ ഇതാണെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ 512x512 സൈസ് മതി. അല്ല എങ്കിൽ 1024x1024 അല്ലെങ്കിൽ 2048x2048 അങ്ങനെയുള്ള സൈസിന്, റാമിൻ്റെ സൈസിനെ ബേസ് ചെയ്താണ് ടെക്സ്ചർ എടുക്കുന്നത്. അപ്പം ഏകദേശം 2048 പകരം 2000 എടുത്തു കഴിഞ്ഞാലും റാം കൺസിഡർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കണ്ടത് 2048 ആയിട്ടാണ്. നമുക്ക് ചുമ്മാ സൈസ് 2000 എടുത്താലും അത് കൺസിഡർ ചെയ്യുന്നത് 2048x2048 അല്ലെങ്കിൽ 1500x1500 എടുത്താലും അത് കൺസിഡർ ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ അൺറാപ്പ് ചെയ്യുമ്പം ആ ഒരു രീതിയിൽ 512x512, 1024x1024, 2048x2048 അങ്ങനെയുള്ളൊരു സൈസിൽ എടുക്കും അൺറാപ്പ് ചെയ്യുമ്പോൾ. അല്ല UVW മാപ്പ്, ഈ കാണുന്ന ഓപ്ഷൻ UVW മാപ്പ് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ സൈസിനെ ബേസ് ചെയ്ത് ഒരു പ്രിൻറ്റ് സ്ക്രീൻ എടുത്തിട്ട് അത് ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോയി അതിനെ ബേസ് ചെയ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി ആദ്യത്തെ ബിറ്റ് മാപ്പിലൂടെ ഞാൻ പോകാം. ബിറ്റ് മാപ്പിൻ്റെ ജനറലായിട്ടുള്ള ഓപ്ഷൻസ്. ഞാൻ ഇവിടെ ഡിഫ്യൂസിൽ ക്ലിക്ക് ചെയ്തു, ബിറ്റ് മാപ്പ് എടുത്തു. ഇപ്പോൾ മാപ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും നമുക്ക്, നമ്മൾ മാക്സ് ഇൻസ്റ്റാൾ ചെയ്തെടുത്ത്. ആ മാക്സിന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാപ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ മാപ്സ് ഉണ്ട്. അത് ഞാനൊരു വുഡിൻ്റെ ടെക്സ്ചർ എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വുഡ്, അല്ലെങ്കിൽ ഞാൻ ഒരു ആർക്കിടെക്ചർ മെറ്റീരിയലിൻ്റെ അകത്ത് നിന്ന് എനിക്ക് റൂഫിൻ്റെ ഓടിൻ്റെ മെറ്റീരിയൽ, അത് നമുക്ക് വളരെ യൂസ് ഉള്ളൊരു, അല്ലെങ്കിൽ എന്താ ഇതെടുക്കാം. ഇത് ഓക്കെ, ഇത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നു. ഇപ്പം ഓൾറെഡി ഇതിൻ്റെ അകത്ത് 4 ടൈല് അങ്ങോട്ടും 4 ടൈൽ ഇങ്ങോട്ടും വെച്ചാണ് നമ്മൾ മാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടൈലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 ടൈലിംഗ് എക്സിൽ കൊടുക്കുക. UVW മാപ്പ് എന്ന് പറഞ്ഞാൽ XYZ എന്നുള്ളതാണ്. അത് കൺഫ്യൂഷൻ, ട്രാൻസ്ഫോർമേഷനായിട്ട് കൺഫ്യൂഷൻ ആകാതിരിക്കാനാണ് UVW എന്നുള്ളൊരു ഇത് വെച്ചേക്കുന്നത്. ഇത് U ഡയറക്ഷൻ, ഇത് V ഡയറക്ഷൻ, X ഡയറക്ഷൻ W ഡയറക്ഷൻ മുകളിലോട്ട്. അപ്പം യിൽ ഞാൻ 2 കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിനുണ്ടോ ഈ 4 എന്നുള്ള 8 ആയിട്ട് മാറി. പക്ഷെ കാരണം 4 മാപ്പ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒറ്റ ടൈലേ ഉള്ളായിരുന്നു 2 ടൈലായിട്ട് മാറിയാൽ. ഇനിയും ഇവിടെ ടൈലിങ് 2 കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, അപ്പം 4x8. അപ്പം ഇനിയിപ്പോൾ ഇത് 4 കൊടുക്കുകയാണെങ്കിൽ 16 ആയിട്ട് മാറും കേട്ടോ. 1 2 3 4 5 6 7 8, അപ്പം 16 ടൈൽസോളം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൻ്റെ ടൈലിങ്ങിൻ്റെ ഇത് പോകുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ച് ടാബ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ വന്നു. ഇനിയും ഇതിൻ്റെ ഓഫ്സെറ്റ് വാല്യൂ ഉണ്ട്. ഞാൻ വേറൊരു മാപ്പ്, ഇപ്പോൾ എനിക്കൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത മാപ്പിലോട്ട് വേറൊരു മാപ്പ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ബിറ്റ് മാപ്പിൽ വന്നിട്ട് എനിക്കിവിടുന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഇമേജ് എടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തു. ഇവിടെ ഞാൻ ടാപ്പ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമേജിൻ്റെ പകുതി ഇപ്പുറത്തോ ഒരു ഇമേജിൻ്റെ പകുതി ഇപ്പുറത്തുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിത് 1 കൊടുത്തു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇങ്ങോട്ട് എക്സിൽ പ്രശ്നമാണ് ഓഫ്സെറ്റ്. അപ്പോൾ ഞാനിത് നീക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ 0.25
അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാപ്പ് സെറ്റായി. ഇനിയിപ്പോൾ അതൊന്നുമല്ല എനിക്ക് അടുത്ത വിഷയം. എനിക്ക് ചിലപ്പം ഈ ഇമേജ് എനിക്ക് തിരിഞ്ഞിങ്ങോട്ട് വരണമായിരിക്കും. എന്നുവെച്ചാൽ കാരണം ഇങ്ങനെ വരണം. അപ്പോൾ അതിന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഇമേജിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. അവിടെ എനിക്ക് പോയിട്ട് 90 ഡിഗ്രി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇമേജിന് റൊട്ടേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഒരു ഇമേജിനെ ബ്ലർ ചെയ്യണമെങ്കിൽ എനിക്കിപ്പം ബ്ലറി എഫക്റ്റ് ബ്ലർ ചെയ്യാൻ വേണ്ടി എനിക്കിപ്പം അങ്ങനെ ഇവിടെ നിന്ന് ബ്ലർ ചെയ്യാം. അത് കഴിഞ്ഞ് ഇപ്പം നോയ്സിൻ്റെ അത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചില ഈ വെള്ളത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു എഫക്റ്റ് എനിക്ക് ഫേസ് വെള്ളത്തിൽ അങ്ങനെയൊക്കെ ഒരു റിഫ്ലക്ഷൻ, വെള്ളത്തിലൊരു റിഫ്ലക്ഷൻ കാണുന്ന അതുപോലത്തെ ഒരു എഫക്റ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പം ഫോട്ടോഷോപ്പിൽ കൊണ്ടുപോകാതെ തന്നെ എനിക്കൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അപ്ലൈ ഓൺ ചെയ്യുക, വ്യൂ ഇമേജ് ഓൺ ചെയ്യുക. ഇവിടുന്ന് എനിക്ക് ആവശ്യമുള്ള സൈസ് എടുക്കുക. എനിക്ക് അത്യാവശ്യമുള്ള അപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഇമേജ് അതുപോലെ തന്നെ വന്നു. അപ്പം എനിക്ക് ഇത്രയാണ് മെയിനായിട്ടും ബിറ്റ് മാപ്പിനെ പറ്റി. ഓഫ്സെറ്റ്, ടൈലിങ്. ഇനി മിറർ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് മിറർ ചെയ്ത് തരും. യുവിലും എക്സിലും യുവിലും വിയിലും എനിക്ക് മിറർ ചെയ്ത് തരും. ഇത് യു ഡയറക്ഷൻ മിറർ, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില്ല. എക്സ് ഡയറക്ഷൻ, വി ഡയറക്ഷൻ മിറർ ചെയ്യുക. ഇനി ടൈലിങ്, ഇപ്പം ഞാനിപ്പോൾ ടൈൽ ചെയ്യുന്നു. കാരണം ടൈലിങ് ഇവിടെ ഞാൻ ഓഫ് ചെയ്തേക്കുക, അതുകൊണ്ടാണ് ഇവിടെ ടൈലിങ് കാണിക്കാത്തത്. അപ്പോൾ എനിക്കൊരു പടം നടുക്ക് മാത്രമായിട്ട് നിൽക്കണമെങ്കിൽ കണ്ടോ എനിക്ക് ഇങ്ങനെ ചെയ്യാം. അതേസമയം ടൈലിങ് ഞാനിവിടെ ഓൺ ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തെ ടൈലിങ് ഇവിടെ കാണിക്കും. ഒരു പടം ബാക്കിയുള്ള, ഇപ്പോൾ എനിക്കിപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച കളർ വരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഗ്രീൻ കളർ എടുത്തു. ഓക്കെ, ഇത്രയാണ് എനിക്ക് ബേസിക് ബിറ്റ് മാപ്പിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ബേസിക് ബിറ്റ് മാപ്പ്. ഇനിയും ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ടൈൽ ബ്ലർ, റൊട്ടേറ്റ് വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ ഇവിടുന്നും എനിക്ക് ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഈസി ഈ W ഡയറക്ഷനിൽ റൊട്ടേറ്റ് കൊടുത്ത് പോകുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് ബിറ്റ് മാപ്പിൻ്റെ സെറ്റിംഗ് ബേസിക്കിനെ പറ്റി പറയാനുള്ളത്.